അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറിളല്ലാഹി അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, 23/1/2026 സനസീദുൽ മുഹ്സിനീൻ എന്ന ശീർഷകത്തിൽ നന്മ ചെയ്യാൻ പറഞ്ഞുകൊണ്ടാണ് UAE ഔഖാഫ് പ്രസിദ്ധം ചെയ്ത ജുമാ ഖുതുബ. വ ഇൻ തുഹ്സിനു വ തത്തഖൂ ഫഇന്നല്ലാഹ കാന ബിമാ തഅമലൂന ഖബീറ. നിങ്ങൾ നന്മ ചെയ്യുകയും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുകയും ചെയ്താൽ അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നത് കൊണ്ട് വ്യക്തമായി അറിയുന്നവനാണ്. അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടെ നടക്കുന്നു. തങ്ങളുടെ ചുമലിൽ ഒരു പുതപ്പ് പുതച്ചിട്ടുണ്ട്. ഫഅദ്റകഹു അഅറാബിയുൻ ഫജദബഹു ബിരിദാഇഹി ജബ്ദതൻ ഷദീദ. ഒരു ഗ്രാമവാസിയായ അറബി തിരുദൂതരുടെ അടുക്കൽ വന്ന് തങ്ങളുടെ ചുമലിൽ കിടക്കുന്ന ആ പുതപ്പ് ശക്തിയായി പിടിച്ചു വലിച്ചു. ആ പുതപ്പ് അതിൻ്റെ കര തിരുദൂതരുടെ കഴുത്തിൽ പാടുവീഴ്ത്തി ചുവന്ന നിറമായി. തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളിലേക്ക് തിരിഞ്ഞു നോക്കി. എന്നിട്ട് ഫലഹിക, അവിടുന്ന് പുഞ്ചിരിച്ചു. അയാൾ നബിതങ്ങളോട് ആവശ്യപ്പെട്ടു, നിങ്ങൾക്ക് അള്ളാഹു നൽകിയ സമ്പത്ത് നിങ്ങളുടെ അടുക്കലുണ്ട്, അതിൽ നിന്ന് നിങ്ങൾ എനിക്ക് തരണം. തിരുദൂതർ പുഞ്ചിരിയോടുകൂടെ കൂടെയുള്ളവരോട് അയാൾക്ക് ആവശ്യമായത് കൊടുക്കാൻ നിർദ്ദേശിച്ചു. ഇതാണ് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് എങ്ങനെയാണ് നാം നന്മ ചെയ്യേണ്ടത്. ജനങ്ങൾ നമ്മിലേക്ക് നന്മ ചെയ്താൽ നമ്മൾ അങ്ങോട്ട് തിരിച്ച് നന്മ ചെയ്യും. മോശമായി പെരുമാറിയാലോ നാം അതിനേക്കാൾ മോശമായി പെരുമാറുകയല്ല വേണ്ടത്, അവർക്കും നന്മ ചെയ്യുകയാണ് വേണ്ടത്. ജീവിതത്തിൻ്റെ ഏതു ഘട്ടങ്ങളിലും പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും നമുക്ക് ആശ്വാസമുള്ളപ്പോഴും സന്തോഷമുള്ളപ്പോഴും നാം എല്ലാവർക്കും നന്മ ചെയ്യണം. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം വലിയ പരീക്ഷണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും ഇന്നാ നറാക മിനൽ മുഹ്സിനീൻ, നീ നന്മ ചെയ്യുന്നവരിൽപ്പെട്ടവരാണ് എന്ന് ഞങ്ങൾ ഭാവിക്കുന്നു എന്ന് കൂടെയുള്ളവർ പറയുകയാണ്. യൂസുഫ് നബി അലൈഹിസ്സലാം വലിയ സ്ഥാനത്തും ഉയർന്ന പദവിയിലും ആയി. അപ്പോഴും അവരുടെ സഹോദരന്മാർ അവരോട് പറയുന്നത് ഇന്നാ നറാക മിനൽ മുഹ്സിനീൻ, നിങ്ങൾ നന്മ ചെയ്യുന്നവരിൽപ്പെട്ടവരായി നിങ്ങളെ ഞങ്ങൾ കാണുന്നു. നന്മ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതലായിക്കൊണ്ട് നൽകുക. മറ്റുള്ള ഒരാൾക്ക് നാം നൽകാൻ എത്രയാണോ കടപ്പെട്ടത് എന്ന് അതിനേക്കാൾ കൂടുതലായിക്കൊണ്ട് നാം നൽകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോടത് കൽപ്പിച്ചത് കൂടിയാണല്ലോ. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ, അല്ലാഹു നീതി പ്രവർത്തിക്കാനും നന്മ ചെയ്യാനും നിങ്ങളോട് കൽപ്പിക്കുന്നു. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അതിൽ അവരെ പ്രത്യേകം പരിശീലിപ്പിച്ചെടുത്തു. റഹ്മാനായ തമ്പുരാൻ്റെ കൽപ്പനയ്ക്ക് വഴിപ്പെട്ടുകൊണ്ട് അവർ മഹാനായ മിസ്തഹ് ബിൻ ഉസാസ റളിയല്ലാഹു അൻഹുവിന് എപ്പോഴും നന്മ ചെയ്യുന്നവരായിരുന്നു. അവരോട് അടുത്ത കുടുംബവും അവരുടെ ദാരിദ്ര്യവുമൊക്കെ പരിഗണിച്ചു. പക്ഷേ മിസ്തഹ് റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് മോശമായി പെരുമാറി. അപ്പോൾ സ്വാഭാവികമായ നിലയിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലാഹി ലാ ഉൻഫിഖു അലാ മിസ്തഹിൻ ഷൈഅൻ അബദാ, അല്ലാഹുവാണ് സത്യം, മിസ്തഹിന് ഞാൻ ഇനി ഒരു ചില്ലിക്കാശ് പോലും നൽകില്ല. അള്ളാഹു വിശുദ്ധ ഖുർആനുമായി ജിബ്രീൽ അലൈഹിസ്സലാമിനെ പറഞ്ഞയക്കുകയാണ്. വലാ യഅ്തലി ഉലുൽ ഫദ്ലി മിൻകും, നിങ്ങളിൽ നിന്നും അള്ളാഹു അനുഗ്രഹം നൽകിയ ആളുകൾ മാറിക്കളയരുത്. പിന്നെയോ വൽയഅഫു വൽയസ്ഫഹു അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും വല്ലാഹു ഗഫൂറുർ റഹീം, അവർ മാപ്പ് കൊടുക്കട്ടെ, വിട്ടുവീഴ്ച ചെയ്യട്ടെ. അള്ളാഹു നിങ്ങൾക്ക് മാപ്പ് തരലിനെയും വിട്ടുവീഴ്ച ചെയ്യലിനെയും നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ, അവൻ കരുണാവാരിധിയും മാപ്പ് നൽകുന്നവനുമാണ്. ഇത് കേട്ട മാത്രയിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലാഹി ബലാ വല്ലാഹി ഇന്നി ലഉഹിബ്ബു അൻ യഗ്ഫിറല്ലാഹു ലീ, അള്ളാഹുവാണേ അങ്ങനെയല്ല, ഞാൻ അള്ളാഹു എനിക്ക് പൊരുത്തു തരലിനെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഫറജഅ ഇലാ ഇഹ്സാനിഹി ഇലൈ വഖാല വല്ലാഹി ലാ അൻസിഉഹാ മിൻഹു അബദാ, അവർക്ക്
ഞാൻ എപ്പോഴും കൊടുത്തുകൊണ്ടേയിരിക്കും, ഞാൻ അതിൽ നിന്ന് ഒരിക്കലും പിന്മാറുകയില്ല എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയാൻ. ഒരു സത്യവിശ്വാസി എപ്പോഴും അങ്ങനെ നന്മ ചെയ്യുന്നവരാകണം. മറ്റൊരാൾ നമ്മളോട് മോശമായി പെരുമാറി എന്ന നിലക്ക് നാം നന്മ തടയുന്നവരാകരുത്. ഖുർആൻ പറഞ്ഞല്ലോ, ഇദ്ഫഅ ബില്ലത്തി ഹിയ അഹ്സനു സയ്യിഅത നഹ്നു അഅലമു ബിമാ യസിഫൂൻ. നീ ചീത്തയെ ഏറ്റവും നല്ലതുകൊണ്ട് പ്രതിരോധിക്കണം. അവർ പറയുന്നതൊക്കെ നാം നന്നായി അറിയുന്നവരാണ്. നമുക്ക് എന്തു അവസരങ്ങൾ നന്മ ചെയ്യാൻ കിട്ടിയാലും അതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. നന്മയിൽ നാം എപ്പോഴും ഉറച്ചു നിൽക്കണം. അതിൻ്റെ പുറകെ നമുക്ക് ഏറെ ഖൈറ് വരാനുണ്ട്. ഏറ്റവും കൂടുതൽ നാം നന്മ ചെയ്യേണ്ടത് നമ്മുടെ മാതാപിതാക്കൾക്കാണ്. എത്രയാണോ അവർക്ക് നന്മ ചെയ്യാൻ കഴിയുന്നത് എങ്കിൽ അതിനനുസരിച്ച് നാം ചെയ്യണം. അവരുടെ എല്ലാ ആവശ്യങ്ങളും നാം നിറവേറ്റി കൊടുക്കണം. അവരെ നാം പ്രത്യേകം പരിഗണിക്കണം. എല്ലാ ജനങ്ങളിലേക്കും നന്മ ചെയ്യാനാണല്ലോ ഖുർആൻ നമ്മളോട് പറഞ്ഞ്, വഅബ്ദുല്ലാഹ് വലാ തുശ്രികൂ ബിഹി ഷൈഅൻ വബിൽ വാലിദൈനി ഇഹ്സാന വബിദിൽ ഖുർബ വൽ യതാമ വൽ മസാകിൻ വൽ ജാരി ദിൽ ഖുർബ വൽ ജാരിൽ ജുനുബി വസ്സാഹിബി ബിൽ ജംബി വബിനിസ് സബീൽ. അള്ളാഹുവിന് ഇബാദത്തെടുക്കുക, അവനോട് നിങ്ങൾ പങ്കു ചേർക്കരുത് ഒന്നിനെയും. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക, അടുത്ത കുടുംബങ്ങൾക്കും അനാഥകൾക്കും അഗതികൾക്കും നിങ്ങളുടെ അയൽവക്കത്തുള്ളവർക്കും മറ്റു ബന്ധപ്പെട്ടവർക്കും ഒക്കെ നിങ്ങൾ നന്മ ചെയ്യണം. വഴിയാത്രക്കാർക്കും നന്മ ചെയ്യണം. നന്മ ചെയ്യുക എന്ന് പറഞ്ഞത് ഒരു ഉയർന്ന സ്വഭാവ മൂല്യമാണ്. തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാർഗമാണത്. നാം അതിലെപ്പോഴും ശ്രദ്ധരാകണം. നമ്മൾ നന്മ ചെയ്യുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പകരം നന്മ ചെയ്യും. അള്ളാഹു നമുക്ക് എത്രയാണ് നന്മ ചെയ്തിട്ടുള്ളത്. വഅഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക്. അള്ളാഹു നിനക്ക് നന്മ ചെയ്തതുപോലെ നീ തിരിച്ചും മറ്റുള്ളവർക്ക്, ജനങ്ങൾക്ക് നന്മ ചെയ്യണം. ഖുർആൻ നമ്മളോട് അള്ളാഹു നമുക്ക് നന്മ ചെയ്യുന്നതിന് പകരമായി സംരക്ഷണം നൽകും. നമ്മുടെ നന്മയുടെ പ്രതിഫലത്തെ അവൻ ഒരിക്കലും പാഴാക്കിക്കളയുകയില്ല. ഇന്നല്ലാഹ ലാ യുളിഉ അജ്റൽ മുഹ്സിനീൻ. നന്മ ചെയ്യുന്നവർക്ക്, സുഹൃതങ്ങൾ അധികരിപ്പിക്കുന്നവർക്കുള്ള പ്രതിഫലത്തെ നാം ഒരിക്കലും പാഴാക്കിക്കളയുകയില്ല. ഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ. നന്മ ചെയ്തവർക്ക് പ്രതിഫലമായി ലഭിക്കുന്നത് നന്മയല്ലാതെ മറ്റെന്താണ്? കവി പറഞ്ഞു, മൻ യഫ്അലിൽ ഖൈറ ലാ യഅദം ജവാസിഹി ലാ യദ്ഹബുൽ ഉർഫു ബൈനല്ലാഹി വന്നാസി. ഒരാൾ നന്മ ചെയ്താൽ അതൊരിക്കലും പാഴായിപ്പോവുകയില്ല. ആളുകളുടെ ഇടയിലും അള്ളാഹുവിൻ്റെ ഇടയിലുമൊക്കെ അയാൾക്ക് സ്വീകാര്യതയും അംഗീകാരവും ലഭിക്കും. അള്ളാഹു അവരുടെ പദവികൾ ഉയർത്തും. അവർക്ക് മറ്റുള്ളവരുടെ ഇടയിൽ സ്നേഹം ഉണ്ടാകും. അൻസാറുകൾ നന്മ ചെയ്യുന്നവരായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നന്നായി നൽകുകയും ചെയ്തു. അവർക്ക് പ്രയാസം വന്നപ്പോഴും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ സഹായിച്ചു. വഹ്സിനു ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ. നിങ്ങൾ നന്മ ചെയ്യുക, നിശ്ചയം അള്ളാഹു നന്മ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നവരാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ റഹ്മത്ത് നന്മ ചെയ്യുന്നവരോട് ഏറ്റവും അടുത്തതാണ്. ഇന്ന റഹ്മത്തല്ലാഹി ഖരീബും മിനൽ മുഹ്സിനീൻ. ഖുർആൻ നമ്മളോട് പറയുന്നതാണ്. അന്ത്യനാളിൽ അള്ളാഹു ഒരു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. മറ്റുള്ളവർക്ക് നൽകാത്തതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ടത് അവർക്ക് അള്ളാഹു നൽകും. അള്ളാഹുവിൻ്റെ ലിഖാ എന്ന് പറയുന്ന ആ അസുലഭ ഭാഗ്യം കൊണ്ട് അവരെ അവൻ ബഹുമാനിക്കുകയും ചെയ്യും. ലില്ലദീന അഹ്സനു അൽ ഹുസ്ന വസിയാദ. നന്മ ചെയ്യുന്നവർക്ക് ഏറ്റവും നന്മയുണ്ട്, അതിനേക്കാൾ അധികമായിക്കൊണ്ടും അള്ളാഹു തആല നൽകും. നാം ശ്രേഷ്ഠമേറിയ ഷഅബാൻ മാസത്തിലാണ്. റമദാനിനെ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിൽ നന്മ ചെയ്ത്, നോമ്പെടുത്ത്, ഖുർആൻ പാരായണം ചെയ്ത്, ഹൃദയശുദ്ധിയൊക്കെ വരുത്തി അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് നന്മകൾ വർദ്ധിപ്പിച്ച് തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അവൻ്റെ ലിഖാ ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ നമ്മളെ ചേർക്കട്ടെ എന്ന് ദുആ ചെയ്ത് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.